നമസ്കാരം. വയനാട്ടിലേക്ക് നാളെ പ്രധാനമന്ത്രി എത്തുകയാണ്. ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ദേശീയ ദുരന്തമായി ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ വകുപ്പില്ല എന്ന തടസ്സം ദില്ലിയിൽ നിന്ന് ഉയർന്നിരുന്നു. അതിന് വ്യവസ്ഥയുണ്ടാകണം എന്നാണ് കേരളം ഫലത്തിൽ ആവശ്യപ്പെടുന്നത്. ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഇന്ത്യയിൽ നേരത്തെ തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചില ദുരന്തങ്ങളെ അസാധാരണ തീവ്രതയുള്ള ദുരന്തമായി പ്രഖ്യാപിക്കാം എന്ന് 10ാം ധനകാര്യ കമ്മീഷൻ വ്യവസ്ഥ ചെയ്തത്. അതനുസരിച്ച് വയനാട് ദുരന്തം അസാധാരണ തീവ്രതയുള്ള ദുരന്തമായി പരിഗണിക്കണം എന്ന ആവശ്യവും കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് ദുരന്തഭൂമിയിൽ കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടുണ്ട്. സാധാരണ ദുരന്തങ്ങൾ നിയമപ്രകാരം സംസ്ഥാനങ്ങൾ മാത്രമാണ് നേരിടേണ്ടത്. ദേശീയ ദുരന്തങ്ങളും അസാധാരണ തീവ്രതയുള്ള ദുരന്തങ്ങളും നേരിടാൻ കേന്ദ്രത്തിനും ബാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ആവശ്യം പ്രസക്തമാകുന്നത്. കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കുമോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട വയനാടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് നൽകും? ആ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായാണ് നമ്മളിപ്പോൾ വയനാട്ടിലെ വാർത്തകളിലേക്കും കാഴ്ചകളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് എത്തും എന്നാണ് കരുതുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം എത്തും. ഒപ്പം കൂടെയുള്ളത് കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ കൂടിയായ കുസാറ്റിലെ അധ്യാപകൻ ഡോക്ടർ MG മനോജാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ സന്തോഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, കേന്ദ്ര സംഘം ഇന്ന് വയനാട്ടിലെത്തി പഠനം നടത്തിയിരിക്കുന്നു. കേന്ദ്ര സംഘം സ്വാഭാവികമായും റിപ്പോർട്ട് കേന്ദ്രത്തിനാണ് നൽകുക. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തസ്ഥലത്തിൽ എത്തുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി ഇപ്പോൾ മാധ്യമങ്ങൾക്കറിയും വിധം നമുക്ക് മുന്നിലുള്ളത്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം സന്തോഷ്. NPC വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ നാട് ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. കാരണം വലിയ ഒരു ദുരന്തത്തെ നേരിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വലിയ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകൂ. ഒരു നാട് ഒന്നടങ്കം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഇരയായവരുടെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വയനാട്ടിലുണ്ടായ ഈ ഒരു ഉരുൾപൊട്ടലിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം കേരളം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രി നാളെ ഇവിടേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഈ ഒരു വളരെ കേരളത്തിൻ്റെ ഈ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളും എങ്ങനെ ഇതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലേക്ക് തന്നെ പ്രധാനമന്ത്രിയെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനുമായിരിക്കും പ്രധാനമായും സംസ്ഥാനം ശ്രദ്ധിക്കുക. ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ വലിയ ക്രമീകരണങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ഈ ദുരന്ത ബാധിത മേഖലകളിലേക്ക്, അതായത് ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ദുരന്ത ബാധിത മേഖലകളിൽ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ചിരുന്നു. അവിടെ ഉച്ചയ്ക്ക് ശേഷം തിരച്ചിൽ നടത്തുന്നവർക്കോ മറ്റ് മാധ്യമപ്രവർത്തകർക്കോ ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. മാത്രമല്ല പൂർണ്ണമായും SPGയുടെ ഒരു സുരക്ഷാ വലയത്തിന് കീഴിൽ തന്നെയാണ് ഇപ്പോൾ ആ മേഖലയുള്ളത്. അവിടെ മാത്രമല്ല കൽപ്പറ്റ ടൗണ് നഗരം ഒന്നടങ്കം ഇപ്പോൾ ഈ ഒരു സുരക്ഷാ വലയത്തിലാണുള്ളത്. നാളെ ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലായിരിക്കും പ്രധാനമന്ത്രി രാവിലെ വിമാനം ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഏതാണ്ട് 11:55 കൂടി ഇവിടെ വയനാട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിൽ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ഈ SPGയുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. അതിൽ വെച്ച് കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം ആ സമയത്തായിരിക്കും കൂടുതൽ വ്യക്തത വരുന്നത്. ഏതായാലും നിലവിൽ ലഭിച്ചിട്ടുള്ള
വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം നേരെ ഈ ദുരന്ത ബാധിത മേഖലകളിലേക്കാണ് എത്തുക. മുഖ്യമന്ത്രിയും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ആദ്യം ഈ ഒരു ദുരന്ത ബാധിത മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ ഹെലികോപ്റ്ററിൽ ഏരിയൽ സർവേ മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തിയതിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രി താഴേക്ക് വന്ന്, അതായത് ഈ ചൂരൽമലയിലാണ് സൈന്യം വളരെ അഭിമാനകരമായിട്ടുള്ള ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബെയ്ലി പാലം പ്രധാനമന്ത്രി സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ വെച്ച് ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ, ഈ ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കും പ്രധാനമന്ത്രിയോട് വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഉള്ള സ്ഥലമാണ്. അവിടെയുള്ള ദുരന്തബാധിതരുമായി പ്രധാനമന്ത്രി കാര്യങ്ങൾ സംസാരിക്കും. പിന്നീട് കൽപ്പറ്റയിൽ ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ, അവിടെയാണ് ഈ പരിക്കേറ്റവരെല്ലാം ചികിത്സയിൽ കഴിയുന്നത്. അവിടെ എത്തി ഈ പരിക്കേറ്റവരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്യും. പിന്നീട് കലക്ടറേറ്റിലേക്ക്, വയനാട് കലക്ടറേറ്റിൽ വെച്ചാണ് ഉന്നതതല യോഗം ചേരുന്നത്. ഈ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാർ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന മന്ത്രിമാരായ മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രനും രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സന്തോഷിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉപസമിതി അംഗം കൂടിയായ, വയനാടിന് വേണ്ടിയുള്ള പ്രത്യേക മന്ത്രിസഭാ ഉപസമിതി അംഗം കൂടിയായ റിയാസ് നമ്മളോടൊപ്പമുണ്ട്. റിയാസ്, പ്രധാനമന്ത്രി നാളെ എത്തുന്നു. ഇന്ന് അതിന് മുന്നോടി എന്ന് നമുക്ക് പറയാവുന്ന വിധം കേന്ദ്ര സംഘം എത്തി ദുരന്തബാധിത മേഖലകളിൽ പഠനം നടത്തി. ആ സംഘവുമായി താങ്കളും സംസാരിച്ചിരുന്നു, താങ്കളും ഒരു യോഗത്തിൽ ചെന്നിരുന്നു. കേന്ദ്ര സംഘം പറഞ്ഞിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം അത് വിദഗ്ധ പഠനം ആവശ്യമാണ്, അത് വലിയ ദുരന്തമാണ് എന്ന് വിലയിരുത്തിയിരിക്കുന്നു എന്ന ആദ്യ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര സംഘവുമായി കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത്? എന്താണ് അവരുടെ മനോഗതം? കേരളമാകെ കാത്തിരിക്കുന്ന ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സഹായം നൽകുക എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടോ മുഹമ്മദ് റിയാസ്? കേന്ദ്ര സംഘവുമായി ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഞങ്ങൾ തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, അത് കേന്ദ്ര സംഘം കണ്ടു. കേന്ദ്ര സംഘത്തിന് ഈ ദുരന്തത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ആ ബോധ്യം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അവർ അതേ അർത്ഥത്തിൽ തന്നെ, ഞങ്ങൾ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട്, പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവിടെ വേണ്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചു, അതെല്ലാം ബോധ്യപ്പെട്ടു. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അതേ അർത്ഥത്തിൽ തന്നെ അറിയിക്കുമെന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. വയനാട് കലക്ട്രേറ്റിൽ വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തു. അവർ പിന്നെ ഓരോ സ്ഥലവും സന്ദർശിച്ചു. ഹെലികോപ്റ്ററിലും അവർ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി. ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി വയനാട് ദുരന്തത്തെ വിശേഷിപ്പിക്കാം എന്ന് കാഴ്ചപ്പാട് അവർക്കുണ്ട് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഹമ്മദ് റിയാസ് താങ്കൾ ഇപ്പോൾ നൽകിയത്. വയനാട്ടിന് എന്താണ് ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് എന്ത് സഹായമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് വയനാട്ടിലുള്ളവർ മാത്രമല്ല, ദുരന്തബാധിതരോ അവരുടെ പ്രിയപ്പെട്ടവരോ മാത്രമല്ല, കേരളമാകെ ഉറ്റുനോക്കുന്ന ഒരു സമയത്താണ് താങ്കൾ ഇത് പറഞ്ഞത്. പക്ഷേ അല്പം മുമ്പ് വരെ, നേരത്തെയൊക്കെ വന്നിരുന്ന വാർത്തകൾ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോ അതിതീവ്രതയുള്ള ദുരന്തമായി പോലും പ്രഖ്യാപിക്കുന്നതിനോ മുമ്പിൽ കടമ്പകളുണ്ട് എന്നാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പ്രകാരം ദേശീയ ദുരന്തം പ്രഖ്യാപിക്കാൻ തന്നെ വകുപ്പില്ല എന്ന് ദില്ലിയിൽ നിന്ന് ശബ്ദം ഉയരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യം പലപ്പോൾ ഉയർന്നതിൻ്റെ ഭാഗമായി 10ാം ധനകാര്യ കമ്മീഷൻ ഇക്കാര്യം പരിഗണിക്കുകയും ദേശീയ ദുരന്തത്തിന് ഒരു വകുപ്പ് ഇടാതെ പകരം തീവ്ര ദുരന്തങ്ങൾ പ്രഖ്യാപിക്കാനുള്ള വകുപ്പിടുകയും അത് ഓരോ ദുരന്തങ്ങളും എടുത്തു പഠിച്ചതിൻ്റെ പ്രത്യേകതകൾ പഠിച്ച് തീവ്ര ദുരന്തങ്ങളായി പ്രഖ്യാപിക്കാം എന്നൊരു നില ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനം അനുസരിച്ചുണ്ടായി. അതെങ്കിലും അങ്ങനെയൊരു പരിഗണനയെങ്കിലും വയനാടിന് വേണം എന്നാണ് നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്. ഇത്തരം തടസ്സവാദങ്ങൾ, ഔദ്യോഗികവും സാങ്കേതികവും നിയമപരവുമായ ഇത്തരം തടസ്സവാദങ്ങൾ ഏതെങ്കിലും തലത്തിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്നു എന്നൊരു പ്രതീതി അവരുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നോ? അതോ അത്തരത്തിലുള്ള കടമ്പകളെല്ലാം നീക്കി കേരളത്തിൻ്റെ ഈ ആവശ്യം
വയനാടിൻ്റെ ഈ ജീവൻ മരണ ആവശ്യം നടപ്പാകും എന്ന നില ഉറപ്പിക്കാവുന്ന നിലയിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ? മന്ത്രി അല്ല, ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ തീരുമാനം കൈക്കൊള്ളുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് 3 സംസ്ഥാനങ്ങൾക്ക് ദുരന്തം ഉണ്ടായ 3 സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ, ഉത്തരാഖണ്ഡ്, അതുപോലെ ഹിമാചൽ പ്രദേശ്, 3 സംസ്ഥാനങ്ങൾക്കും കൂടി ഒരു പ്രത്യേക പാക്കേജ് 11,500 കോടി 11,500 crores ആ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ 3 സംസ്ഥാനങ്ങൾ കൂടിയാണ് 11,500 കോടി. അതുപോലുള്ളൊരു ദുരന്തമാണ് ആ സംസ്ഥാനങ്ങൾ നേരിട്ട, ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്തുള്ള ദുരന്തമാണ് വയനാട് ദുരന്തം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നിലയിൽ അതിന് തത്തുല്യമായിട്ടില്ലെങ്കിൽ കൂടി കേരളത്തിൻ്റെ ഈ ആവശ്യത്തെ മനസ്സിലാക്കി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രധാനമന്ത്രി നാളെ വന്ന് മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെയോ കേരളത്തിനാകെ ആശ്വാസമാകുന്ന നിലയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പാക്കേജ്, ഒരു സഹായം എല്ലാ നിലയിലും പ്രഖ്യാപിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അത് വാക്കുകൾക്കപ്പുറത്തേക്ക് പ്രധാനമന്ത്രി പരിപൂർണമായി കൃത്യമായ കാര്യകാരണ സഹിതമുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നുള്ള നിലയിൽ ഇന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ സന്തോഷ് സംസാരിച്ചപ്പോൾ വയനാട്ടിലെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്ന ഒരു കാര്യമായി പറഞ്ഞിരുന്നു, നാളെ പ്രധാനമന്ത്രി എത്തുമ്പോൾ, അദ്ദേഹം 12 മണിയോടുകൂടി അവിടെ എത്തും എന്നാണ് കരുതപ്പെടുന്നത്, എത്തുമ്പോൾ മുഖ്യമന്ത്രിയും ഉണ്ടാകും വയനാട്ടിൽ എന്ന അവിടുത്തെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നതായി സന്തോഷ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടോ? താങ്കളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും നാളെ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ? അവർ തമ്മിൽ ആശയവിനിമയം നടത്താനുള്ളൊരു സാഹചര്യം അവിടെ വെച്ച് ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ താങ്കൾക്ക് ഇപ്പോൾ കഴിയുമോ? എന്താണ് ഉള്ള വിവരങ്ങൾ മന്ത്രി? മുഖ്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ആഗ്രഹിക്കുന്ന പിന്തുണ എന്തൊക്കെയെന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രിയോട് സൂചിപ്പിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇതിൽ കേരളം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ വളരെ ന്യായമാണ്, വളരെ ആവശ്യമാണ്, അതിജീവനത്തിൻ്റെ പരമപ്രധാനമായ കാര്യങ്ങളാണ്. ആ നിലയിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് നടത്തുന്ന ഇടപെടലുകൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുകയാണ്. മന്ത്രി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇന്നലെ തന്നെ ഈ കേന്ദ്ര സംഘത്തിൻ്റെ ലീഡറായ രാജീവ് കുമാർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് സംഘം വയനാട്ടിലേക്ക് എത്തിയത്. നാളെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്തമേഖല കാണുകയും വിലയിരുത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നത് കേരളീയർക്ക് എല്ലാവർക്കും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇന്ന് അവിടെ നടന്ന തെരച്ചിലിൻ്റെ ഘട്ടത്തിൽ ആദ്യമായിട്ട് ജനകീയ തെരച്ചിൽ എന്നാണ് അധികാരികൾ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. ദുരന്തത്തിനിരയായ ആളുകളുടെ ബന്ധുക്കളും പരിചയക്കാരും സമീപവാസികളും ഒക്കെ ഉൾക്കൊള്ളുന്ന, അവർ നിർദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തുന്ന ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം മുന്നോട്ട് പോയി. ഇത്രയും ദിവസം 10ഓളം ദിവസം കഴിഞ്ഞിട്ടും 4 മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മുടെ ഒന്നും കണ്ണിൽപ്പെടാതെ കിടന്നിരുന്നത് കണ്ടെത്താൻ കഴിഞ്ഞു. അത്തരത്തിലുള്ളൊരു തിരച്ചിലിന് നേതൃത്വം നൽകുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്തൊരാൾ കൂടിയാണ് മന്ത്രി. ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച് എന്തു പറയുന്നു? ഇന്നത്തെ തെരച്ചിൽ നാടാകെ ആവശ്യപ്പെട്ടതാണ്. നമ്മൾ നടത്തുന്ന തെരച്ചിൽ പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് നടത്തുന്നത്. നല്ല സംതൃപ്തി പൊതുവെ നാടിനാകെയുണ്ട്. എന്നാൽ ജനങ്ങൾക്ക്, ആ പ്രദേശത്തുള്ളവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. അവരാ പ്രദേശത്ത് വന്ന്, അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന ഇടത്ത് വന്നുകൊണ്ട് അവർക്ക് അഭിപ്രായം അറിയിക്കാനും നിർദ്ദേശങ്ങൾ അറിയിക്കാനുമുള്ള ഒരവസരം നൽകുക എന്നുള്ളത്
വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അവൻ്റെ മണ്ണിന് വലിയ പ്രാധാന്യമുണ്ട്. ജനിച്ച് കളിച്ച് വളർന്ന മണ്ണ്. ഇപ്പോൾ പലരും പുറം ലോകത്ത് പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾ ജനിച്ച് കളിച്ച് വളർന്ന മണ്ണിൽ തന്നെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനവും ചെലവഴിക്കുന്നത്. അവർക്ക് ആ മണ്ണ് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാലിപ്പോൾ ഈ ദുരന്തമുണ്ടായതിന് ശേഷം ഒരു ചെറിയ ദിനങ്ങളുടെ ഇടവേള കഴിഞ്ഞാണ് ഇവരിപ്പോൾ ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി ആ പ്രദേശത്തേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ണ്, അവരുടെ നാട്, ആ പ്രദേശമാകെ മാറിയിരിക്കുകയാണ്. മരുഭൂമി പോലെ ആയിരിക്കുകയാണ്. കുട്ടികൾ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഇടം, മുതിർന്നവർ ഒരുമിച്ച് സമയം ചെലവഴിച്ചിരുന്ന ഇടം, അവിടെ ആളുകൾ ഒത്തുകൂടി ദൈനംദിന കാര്യങ്ങൾ പറഞ്ഞ ചായപ്പീടിക ഉൾപ്പെടെയുള്ള സ്ഥലം, മറ്റ് പ്രധാന കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആകെ ഇല്ലാതായി, ആകെ മരുഭൂമി പോലെ ആയിരിക്കുകയാണ്. അവിടേക്കാണ് ഇവർ വരുന്നത്. അവിടേക്ക് ഇവർ വരുമ്പോൾ തീർച്ചയായിട്ടും എത്ര മാനസിക കരുത്തുള്ളവരായാലും ഒരു പ്രയാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് തന്നെ, ഞങ്ങൾക്കൊക്കെ, അവിടെയുള്ള മാധ്യമപ്രവർത്തകരായാലും ഞങ്ങൾ ഓരോരുത്തർക്കായാലും ആ പ്രദേശത്തിൻ്റെ നന്മയെക്കുറിച്ച്, അവിടുത്തെ പരസ്പര സ്നേഹത്തെക്കുറിച്ച്, മത സാഹോദര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പലരും പങ്കുവെച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രദേശത്ത് പോകുമ്പോൾ, ഈ ദുരന്തം നടന്ന ഇടത്ത് പോകുമ്പോൾ, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒറ്റക്ക് നടന്ന ഘട്ടത്തിൽ ആ കുട്ടികളുടെ ചിരി അവിടെ കേൾക്കാമായിരുന്നു. അവിടെ ആളുകൾ കാര്യങ്ങളും മറ്റും പറഞ്ഞിരുന്ന ചായപ്പീടിക, ദൈനംദിനം പറഞ്ഞിരുന്ന ചായപ്പീടിക, ആ ഇടം ഒക്കെ തന്നെ കാണുമ്പോൾ അതൊക്കെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. അപ്പം നമുക്ക് പോലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജനിച്ച് കളിച്ച് വളർന്നവർ ഈ ദുരന്തത്തിന് ശേഷം ആ സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന വല്ലാത്ത വേദനയായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരെയും, ക്യാമ്പിലുള്ള എല്ലാവരെയും അവിടെ എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, അത് മറ്റു പല പ്രയാസങ്ങളും സൃഷ്ടിക്കും. മാനസികമായ പല പ്രയാസങ്ങളും അവർ നേരിടേണ്ടി വരും. അപ്പോൾ അതിന് കരുത്തുള്ളവർ, അതിന് തയ്യാറാകുന്നവർ, അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ, അവിടുത്തെ ജനപ്രതിനിധികൾ, അതുപോലെ അതിന് തയ്യാറാകാൻ പറ്റുന്ന ആളുകൾ, മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുന്ന ആളുകൾ, അവരൊക്കെയാണ് അവിടെ ഈ ജനകീയ തെരച്ചിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. തെരച്ചിലിനെ കുറിച്ച് പല നിർദ്ദേശങ്ങളും ഉണ്ടാകാം. ആ നിർദ്ദേശങ്ങൾ വലിയ നിലയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവരെ കേൾക്കുക, അവർ പറയുന്ന അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക. അതാണ് ജനകീയ തെരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് അത്തരത്തിലൊരു ജനകീയ തെരച്ചിൽ ആലോചിച്ച ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ വരവും അതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായി തെരച്ചിൽ പെട്ടെന്ന് നിർത്തേണ്ട പ്രശ്നവും ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് 11 മണി വരെയാണ് തെരച്ചിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ തെരച്ചിൽ കൂടുതൽ നടത്തണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഭാഗമായി നാളെ പ്രധാനമന്ത്രി പോയതിനു ശേഷം തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ജനകീയ തെരച്ചിൽ തുടരുകയാണ്. ആ ജനകീയ തെരച്ചിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പിലുള്ളവർ, അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഇപ്പോഴത്തെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർ, അത് യുവജന സംഘടനകളായിക്കോട്ടെ, മറ്റ് സന്നദ്ധ സംഘടനകളായിക്കോട്ടെ, എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു ജനകീയ തെരച്ചിലാണ് ഞായറാഴ്ച നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച ഉച്ചവരെ ആ തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഇവർ ഉയർത്തുന്ന അഭിപ്രായങ്ങൾ, ഇവരുടെ നിർദ്ദേശങ്ങൾ അതുകൂടി തുടർ നടപടികളായി സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ശ്രമത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ഇടപെടലുകൾ നടത്തി ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മന്ത്രി, ഈ തെരച്ചിലിൻ്റെ ഈ ഘട്ടത്തിലെ ഒരു പ്രയാസം മന്ത്രി പറയുന്നതിൽ നിന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ തന്നെ റിപ്പോർട്ടേഴ്സൊക്കെ അവിടെ ഉണ്ടല്ലോ, അവർ പറയുന്ന വിവരങ്ങളനുസരിച്ച് അവിടെ സൈനിക പരിശീലനമൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ സായുധ സേനകളുടെ പരിശീലനമൊന്നും കിട്ടാത്ത മനുഷ്യരൊക്കെ ഉലഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ പ്രവർത്തനം നടത്തുന്ന പല ഡ്രൈവർമാർക്കുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ പോലെ വിഷാദം ഉണ്ടായിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഞായറാഴ്ച ഇത് പുനരാരംഭിക്കുമ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇനിയും കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ കൂടുതൽ ജീർണിച്ചതായിരിക്കാം. വിവരണാതീതമായ മാനസിക പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകാം. ഇതൊക്കെ അതിജീവിച്ചും മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം മന്ത്രിയുടെ വാക്കുകളിൽ ആ നിശ്ചയദാർഢ്യം കാണാനുണ്ട്. 195 ശരീരഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് 4 കിട്ടിയതോടുകൂടി അത് 199 ആയി മാറാം. നമുക്കിനി 133 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു പ്രവർത്തനം മുഴുമിപ്പിക്കാത്ത ഈ ഭാഗം
പൂർത്തിയാക്കാൻ വേണ്ടി എത്ര ദിവസത്തേക്ക് കൂടി ദൗത്യം തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അതോ അങ്ങനെ ഒരു വിലയിരുത്തലൊന്നും ഇപ്പോൾ ഇല്ല എന്നാണോ? ഇനിയും കിട്ടാനുള്ള അവരുടെ ബന്ധുക്കളോട് മന്ത്രി എന്ന നിലയ്ക്ക്, ദൗത്യസംഘ അംഗം എന്ന നിലയ്ക്ക് അക്കാര്യത്തിൽ എന്തുറപ്പാണ് താങ്കൾക്ക് ഇപ്പോൾ കൊടുക്കാനാവുക? മന്ത്രി അല്ല, തെരച്ചിൽ ഒരു തരത്തിലും ഇന്ന ദിവസം നിർത്തണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. തെരച്ചിലെന്ന് പറയുമ്പോൾ അതിന് പല ശ്രമങ്ങളുമുണ്ട്. ആ ശ്രമങ്ങൾ മുഴുവൻ നടത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ ശ്രമങ്ങളിൽ 1% പോലും കുറവ് വരരുത്. ഞങ്ങളുടെ ശ്രമത്തിൻ്റെ 1% പോലും കുറവ് വരാതെ സാധ്യമാകുന്ന എല്ലാ നടപടികളും തെരച്ചിലിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കും. അത് തുടക്കത്തിലേ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ആ നിലയിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. നമുക്കറിയാം, ആദ്യ ദിനം മുതൽ തെരച്ചിൽ സ്വയം സന്നദ്ധരായി വരുന്നവരിൽ പലരും, ആ പ്രദേശത്തുള്ളവരിൽ പലരും ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ്, കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടവരാണ്. കൂടപ്പറപ്പുകളെ 1ഉം 2ഉം നഷ്ടപ്പെട്ടവർ ആ തെരച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ മനസ്സ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എത്രത്തോളം വിശാലമായ മനസ്സാണ്. കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടിട്ട് പോലും തൻ്റെ പ്രദേശത്തുള്ളവരുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി തെരച്ചിലിനിറങ്ങുകയാണ്. അത് വല്ലാത്തൊരു മനസ്സാണ് ആ മനസ്സ്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി നമുക്കതിനെ വിശേഷിപ്പിക്കാനാകും. ആ നഷ്ടം, സ്വന്തം നഷ്ടത്തെ, ഉറ്റവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടത്തെ പോലും മനസ്സിൽ വേദന കടിച്ച് പിടിച്ചുകൊണ്ടാണ് തെരച്ചിൽ അവർ പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുന്ന അവരുടെ ഇടപെടലുകളെ നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെയാണ് അവർ ഇടപെടുന്നത്. അവരങ്ങനെ ഇടപെട്ട് പോകുന്നു. അവരിൽ പലരുമാണ് നേരത്തെ ചിലർ വെറുതെ വരുന്നു, വീഡിയോ എടുക്കുന്നു, മൊബൈൽ പകർത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അവരുടെ ആ മാനസികാവസ്ഥയിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നമ്മളെല്ലാവരും ഡിസാസ്റ്റർ ടൂറിസത്തെക്കുറിച്ചും ഡാർക്ക് ടൂറിസത്തെക്കുറിച്ചും സൂചിപ്പിച്ചത്. അനാവശ്യമായി ആരും അങ്ങോട്ട് വരരുത് എന്ന് അഭ്യർത്ഥിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ളവരും ക്യാമ്പിലുള്ളവരും ഒക്കെ തന്നെ അവർക്കിനിയും തെരച്ചിലിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമോ ഇങ്ങനെയൊരു ജനകീയ തെരച്ചിലിൻ്റെയൊക്കെ ആവശ്യകത പല സ്ഥലത്തും ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം. എന്നാൽ ഞങ്ങൾ ഈ ജനകീയ തെരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഓരോ പൗരനും തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേരിട്ട് പറയാനുള്ളത് കേൾക്കുക, അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ തുടർ നടപടികളുടെ ഭാഗമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ജനകീയ തെരച്ചിലിൻ്റെ പ്രത്യേകത. ആ നിലയിൽ എല്ലാ ശ്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. വളരെ വലിയ ഒരു ദൗത്യം തന്നെയാണ് നമ്മളിപ്പോൾ കേരളം ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. കോവിഡിനൊക്കെ ശേഷം ജനങ്ങൾ അനാഥമായി നദികളിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു രാജ്യത്ത് നിന്നാണ് ഈ മഹാമാതൃക സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് നമ്മൾ ഏറ്റുവാങ്ങിയത്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തനവും ഏറ്റവും വലിയൊരു സന്ദേശം കൊടുക്കുന്ന കർമ്മവും ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒപ്പം ചോദിക്കട്ടെ, ഇന്ന് ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് വയനാട്ടിലെ ഈ ദുരന്ത മേഖലയിൽ നിന്ന് മുഴക്കം കേട്ടു, അവിടെ പ്രകമ്പനം ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നീട് അത് ഭൂകമ്പമല്ല എന്ന് അധികാരികൾ സ്ഥിരീകരിച്ചു. അത് വയനാട്ടിൽ മാത്രം ഉണ്ടായതല്ല, മലപ്പുറം വരെ പലയിടത്തും അതുണ്ടായി എന്ന് കേട്ടു. അപ്പോൾ അതിൻ്റെ ആഘാത ശേഷി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആശ്വസിക്കുക എന്ന സന്ദേശം അധികാരികൾ നൽകുന്നു. ഒപ്പം തന്നെ ഇന്ന് അക്കാര്യമൊക്കെ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി രാജന് പറയേണ്ടി വന്നു, സോഷ്യൽ മീഡിയയൊക്കെ നിയന്ത്രണം പാലിക്കണം, തെറ്റായ വാർത്തകൾ, അങ്കലാപ്പുണ്ടാക്കുന്ന വാർത്തകൾ ആണ് എന്ന മട്ടിൽ, ശരിയായ വാർത്തകളാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ ഉണ്ടായി. ആ മുഴക്കത്തെപ്പറ്റി, അതുണ്ടാക്കിയ അമ്പരപ്പിനെ പറ്റി, ആ സാഹചര്യത്തിലും ഈ സോഷ്യൽ മാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന അപവാദ വാർത്തകളെക്കുറിച്ച്, അവാസ്തവ വാർത്തകളെക്കുറിച്ച് ഒക്കെ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഈ ഘട്ടത്തിൽ വയനാട് കലക്ട്രേറ്റിലുണ്ടായിരുന്നു. ഇതറിഞ്ഞ ഉടൻ, ഈ വിവരങ്ങൾ ഓരോ പ്രദേശത്ത് അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റേതായ ഇടപെടലുകൾ നടത്തി. നാഷണൽ സെൻറ്റർ ഫോർ സെസിമോളജി തന്നെ അത് ഭൂചലനമല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആധികാരികമായി പിന്തുടരാവുന്ന ഒരു കേന്ദ്രമാണിത്. ഭൂചലനമല്ല എന്നുള്ള ആശ്വാസവാക്ക് അതിലൂടെ വന്നിട്ടുണ്ട്. പിന്നെ കനത്ത മഴയും ഇല്ലാത്ത പ്രശ്നമുണ്ട്. എന്നാലും കരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ചില നിലപാടുകളാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പൊതുവേ നമ്മൾ നെഗറ്റീവ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥിതി സോഷ്യൽ മീഡിയയിലുമുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടാൽ ആ പോസ്റ്റിനോട് പ്രതികരിക്കുന്ന ചില രീതികളുണ്ടാകാം. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും. എന്നാൽ നമ്മളതിലാകെ നിരാശപ്പെടേണ്ടതില്ല.
പോസിറ്റീവായി ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലും മഹാഭൂരിപക്ഷവും. പക്ഷെ അവരത് പ്രകടിപ്പിക്കാറില്ല. അവർ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ഇതിൽ അവരുടെ അഭിപ്രായം എഴുതാനോ തയ്യാറാകാറില്ല. അവർ ഈ വാർത്ത കാണുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആ വാർത്ത കാണുക മാത്രം ചെയ്യുന്നു. ചിലരതിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് വാർത്തയാണെങ്കിൽ അതിൽ പ്രതികരിക്കും, അവരുടെ പ്രതിഷേധം അറിയിക്കും. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്നവരും അത് അറിയിക്കില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ മൈനോറിറ്റിയാണ് നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രതികരണവും നടത്താത്തവരാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകെ നെഗറ്റീവ് കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ ഇങ്ങനെ മൈനോറിറ്റി പ്രചരണം നടത്തുന്നവരോട് പൊതുവെ സമൂഹത്തിന് അത് നിഷേധാത്മകമായ സമീപനമാണ്. അവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ള നിലപാടാണ് പൊതുവേ ഉള്ളത്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ജനങ്ങളിൽ ഭീതി പരത്തുന്ന നിലയിലേക്ക് പ്രചരണങ്ങൾ നടത്തുക, കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുക, ഫേക്ക് ന്യൂസ് പടർത്താനുള്ള ഇടപെടലുകൾ നടത്തുക, അതിനെയൊക്കെ ശരിയായ അർത്ഥത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്, ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മഹാഭൂരിപക്ഷം വരുന്നവരും ഇതിനൊക്കെ എതിരാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൊക്കെ ആശ്വാസകരമായൊരു കാര്യം. മന്ത്രി, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്ന് സംസ്ഥാന സർക്കാർ അവിടുത്തെ ദുരന്ത ബാധിത മേഖലയിലെ ആളുകൾക്ക് ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനോപാധികൾ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിലെയും കുടുംബനാഥന് 300 രൂപ വീതം നൽകും. അല്ല, 2 പേർ ഉള്ളവരാണെങ്കിൽ, അത്തരത്തിലുള്ള 2 പേർ ഉള്ള വീടാണെങ്കിൽ അവർക്ക് 2 പേർക്കും ദിവസവും 300 രൂപ വീതം നൽകും. ഒപ്പം തന്നെ കിടപ്പ് രോഗികൾ കൂടെ ഉള്ളവരാണെങ്കിൽ 3 പേർക്ക് വരെ ഒരു മാസത്തേക്ക് ഇങ്ങനെ ദിവസം 300 രൂപ വീതം നൽകും എന്നൊരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും 10,000 രൂപ അവരുടെ മാറി താമസിക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെലവാക്കാൻ വേണ്ടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സഹായം അവിടേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2000 കോടി രൂപ ഇവരുടെ ആ മേഖലയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിവരും എന്ന് കണക്ക് കൂട്ടി അത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇത്തരത്തിൽ തന്നാലായത് എന്നതുപോലെ ചെയ്യുന്നത്. ഈ ഒരു സഹായ പ്രഖ്യാപനത്തെക്കുറിച്ച് മന്ത്രി എന്ന നിലയ്ക്ക് എന്താണ് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? ദുരന്തബാധിതരായ കുടുംബാംഗങ്ങൾക്ക് 10,000 രൂപ നൽകുന്നത് മുതൽ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇത് പൊതുവെ സമൂഹം ഇത്തരമൊരു ഇടപെടൽ ഒരു സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. പല ഘട്ടങ്ങളിലും സർക്കാരുകൾ വിമർശന വിധേയമായി മാറുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാതെ പോകുന്നു എന്നുള്ള വിഷയങ്ങളിലാണ്. ഇവിടെ ഇത്തരമൊരു നിലപാട് സർക്കാർ സ്വീകരിക്കാൻ കാരണം ജനങ്ങളാകെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം വിഷയങ്ങളിൽ അതിജീവനത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സർക്കാർ എടുക്കുന്ന ഇത്തരം നിലപാടുകൾക്കൊപ്പമാണ് ഭൂരിപക്ഷം വരുന്നവരും. അപ്പോൾ ആ നിലയിൽ ഇത്തരം സമീപനങ്ങൾ ഇനിയും സ്വീകരിച്ചു പോകണം. കേരളത്തിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാം. ആ പ്രയാസങ്ങൾക്ക് പലപ്പോഴും കാരണം കേരളമല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അത്തരം പരിമിതികളിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ശരിയായ നിലപാടെടുത്ത് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇതിലൂടെ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എല്ലാ നിലയിലും ഈ വിഷയത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊന്നും ഒരു തരത്തിലും ബാധിക്കാതെ ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി, വളരെ തിരക്ക് പിടിച്ച ഒരു രാത്രിയാണ് താങ്കൾക്ക്. മാത്രവുമല്ല, കർമ്മനിരതമായ വളരെ ശ്രമകരമായ കർമ്മത്തിൽ രാവിലെ മുതൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളുമാണ് താങ്കൾ. എന്നിട്ടും താങ്കൾ ഇവിടെ വന്നു ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങളിലൂടെ ഇത്രയും വാക്കുകൾ പറയാനും ഇത്രയും സമയം ചെലവിടാനും തയ്യാറായി. എല്ലാ ദിവസവും എന്ന പോലെ താങ്കൾ ഒരു ദൗത്യം എന്ന പോലെ തന്നെ താങ്കൾ ഇത് ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി താങ്കൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും വാക്കുകൾ പറഞ്ഞത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഡോക്ടർ MG മനോജ്, കുസാറ്റിലെ അധ്യാപകൻ, പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രമേഖലയിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കാൻ ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മാഷേ. ഇന്ന് താങ്കൾക്ക് അറിയാവുന്നതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട്ടിൽ ഈ ദുരന്ത മേഖലയിൽ നിന്ന് തന്നെ ഒരു മുഴക്കം കേൾക്കുന്ന സ്ഥിതിയുണ്ടായി. ജനങ്ങൾ അങ്കലാപ്പിലാവുന്ന സ്ഥിതിയുണ്ടായി. ഒപ്പം ഒരു കുലുക്കം, പ്രകമ്പനം എന്നാണ് പറയുന്നത്, അതും ഉണ്ടായി.
അതിന് പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചു. ആളുകളൊക്കെ അങ്കലാപ്പിലാവുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്താണ് നമ്മുടെ വയനാടിന് സംഭവിക്കുന്നത് എന്ന് മലയാളികളാകെ ഞെട്ടിപ്പോയ കുറേ മിനിറ്റുകളായിരുന്നു അത്. പിന്നീട് ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വന്നു. അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മളെ ആശ്വസിപ്പിക്കുന്നൊരു കാര്യമല്ല. മലപ്പുറം വരെയുള്ള ജില്ലകളിൽ അതുണ്ടായി എന്നത് ആശ്വസിപ്പിക്കുന്ന കാര്യമല്ല. എങ്കിൽ പോലും അത് വയനാടിന് മാത്രമായി ഉണ്ടായ എന്തോ ഒരു പ്രശ്നമാണോ എന്ന ഇതൊക്കെ മാറി ഇപ്പോൾ ജനങ്ങൾ ആ ആശങ്കയ്ക്കും ചെറിയ പ്രതീക്ഷയ്ക്കും ഒക്കെ നടുവിൽ നിൽക്കുകയാണ്. എങ്കിൽ പോലും മുഴക്കമുണ്ടായിരിക്കുന്നു. ഭൂകമ്പം അല്ലെങ്കിൽ പോലും പ്രകമ്പനങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ സാഹചര്യത്തിൽ ഊഹാപോഹങ്ങൾ മാറ്റിവെച്ച് ശാസ്ത്രം പറയുന്നതനുസരിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ജനങ്ങളോട് എന്താണ് മാഷ്ക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഭൂകമ്പത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിവുള്ള ആളല്ല ഞാൻ. എൻ്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിലും പൊതുവെ എർത്ത് സിസ്റ്റം സയൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെട്ടാണ്. അന്തരീക്ഷവും സമുദ്രവും അതുപോലെ ഭൂമിയുടെ ഭൗമാന്തർഭാഗങ്ങളും എല്ലാം ചേർന്നതാണ് എർത്ത് സിസ്റ്റം സയൻസ്. അതാണ് നമ്മളെ ഓരോ ദിവസവും നമ്മളുടെ ജീവനെ സംരക്ഷിക്കുന്നത്. ഇതിലുള്ള വിവിധങ്ങളായ മണ്ഡലങ്ങൾ തമ്മിലുള്ള ഓരോ മണ്ഡലത്തിലുമുള്ള പ്രവർത്തനവും അവ തമ്മിലുള്ള പ്രതിപ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുവായ കാര്യം മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഭൂകമ്പത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടത് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ നാഷണൽ സെൻറ്റർ ഫോർ സിസ്മോളജിയാണ്. അപ്പോൾ അവരുടെ സെൻസറുകളിലൊന്നും തന്നെ ഭൂകമ്പത്തിൻ്റേതായ സിഗ്നലുകളൊന്നും തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ വലിയ ശബ്ദത്തോടുകൂടി മുഴക്കം കേൾക്കുകയും സമീപ ജില്ലകളിൽ മലപ്പുറവും പാലക്കാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും ചെറിയ തോതിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഭൂകമ്പത്തിൻ്റെ ഗുരുതര സ്വഭാവമനുസരിച്ച് രാജ്യത്തെ 4 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ അത്ര ഗുരുതരമല്ലാത്ത സോൺ 3യിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ റിച്ചർ സ്കെയിലിൽ ഒരു 2, 3 ഒക്കെ തീവ്രതയുള്ള തരംഗങ്ങൾ കേരളത്തിൽ പൊതുവെയുണ്ട്. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് വളരെ തീവ്രമായ മഴ പെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ചെറു ചലനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് തികച്ചും സ്വാഭാവികം തന്നെയാണ്. അത് തന്നെയല്ല, ഭൂകമ്പ വിദഗ്ധർ പറയുന്നത് ഇതുപോലെയുള്ള ചെറു ചലനങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ഈ ചെറിയ മണ്ണിൻ്റെ പ്ലേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഊർജം വലിയ തോതിൽ കെട്ടിക്കിടന്നാൽ അത് വലിയ ഭൂകമ്പത്തിലേക്ക് നയിക്കും. എന്നാൽ അത് ചെറിയ തോതിൽ ഇതുപോലെ ചെറു ചലനങ്ങളായി അങ്ങ് പ്രസരണ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കധികം പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവിൽ ഇക്കാര്യത്തിൽ ഭൂകമ്പശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ജൂലൈ മാസം അവസാനത്തോടുകൂടി അതിതീവ്രമായ മഴ പല സ്ഥലങ്ങളിലും 5 ദിവസം കൊണ്ട് 90 സെൻറ്റിമീറ്റർ 1 മീറ്റർ വരെ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. 100 സെൻറ്റിമീറ്റർ വരെ മഴ. ഇത്തരത്തിൽ മഴ ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഭൂഭാഗം എടുത്താൽ അവിടെ ഒരു 10 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ തന്നെ അവിടെ അധികമായി പെയ്തിറങ്ങുന്നത് 1,00,000 മെട്രിക് ടണ്ണാണ്, ഭാരമാണ്. അപ്പോൾ അത്രയധികം ഭാരം ഈ മണ്ണിലേക്ക് വരുമ്പോൾ 1,00,000 ടണ്ണാണ്, ചെറിയ ഭാരമൊന്നുമല്ല. ഇതിൻ്റെ ഭാഗമായി ഈ മണ്ണിലേക്ക് കിനിഞ്ഞിറങ്ങുമ്പോൾ ഭൂമിയുടെ ഈ ഭൂവൽക്ക ശിലകൾ ചെറിയൊരു സമ്മർദ്ദത്തിന് വിധേയമാവാറുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ 10-11 ദിവസമായി ഈ മണ്ണിലൂടെ ഈ ഉറവ ഒഴുകി ആ വെള്ളം റിലീസ് ചെയ്ത് പോവുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ബാഷ്പീകരണം സംഭവിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ ഈ പെയ്തിറങ്ങിയ ഭാരം ഈ മണ്ണിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ആ ഭാരം മാറിയതിൻ്റെ ഭാഗമായി ഇവ ഒരു റീഅഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാകും. അത്തരത്തിലുള്ള ഒരു പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമാവാം ഇന്ന് കേട്ടിട്ടുള്ള ഈ മുഴക്കം എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതൊരു തീവ്രമായ ഒരു അല്ലെങ്കിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു ചലനമായോ ഭൂകമ്പമായോ വിശേഷിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് വളരെ ആധികാരികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്.
ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇത് വയനാട്ടിൽ മാത്രമല്ല മലപ്പുറത്തും പാലക്കാടുമൊക്കെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കിഴക്കൻ മലഞ്ചെരിവുകളിൽ അതിതീവ്രമായ മഴ പെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കില്ല, ഒരു പ്രാദേശിക പ്രതിഭാസമായിരിക്കില്ല. ഇതിൻ്റെ ഭാഗമായുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പല ജില്ലകളിലും ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. കാരണം ഒരു ദുരന്തമുണ്ടായതിനു ശേഷം നമ്മൾ ഇടപെടുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അധികാരികൾ പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ തന്നെ അവിടെ ഇപ്പോൾ ഒരു ഉപസമിതി തന്നെ വയനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞൊടിയിടയിൽ ഇത്തരത്തിലുള്ള മുൻകരുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതല്ലാതെ ആശങ്കാജനകമായിട്ടുള്ളൊരു വസ്തുത അവിടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ഡോക്ടർ മനോജ്, താങ്കളുടെ വാക്കുകൾ വളരെയേറെ ആശ്വാസം നമ്മുടെ ജനതയ്ക്കാകെ നൽകുന്നതാണ്. നേരത്തെ തന്നെ താങ്കൾ സൂചിപ്പിച്ച നാഷണൽ സീസ്മോളജി സെൻറ്ററിൻ്റെ ഡയറക്ടർ OP മിശ്ര പറഞ്ഞിരുന്നു, ഇത് ഭൂചലനം അല്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു. എങ്കിൽ പോലും പലതരത്തിലുള്ള കിംവദന്തികളൊക്കെ പ്രചരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേഖല ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ശാസ്ത്രത്തിൻ്റെ കണ്ണുകൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് താങ്കളെ ഞങ്ങൾ ഇവിടെ അതിഥിയാക്കി കൊണ്ടുവന്നത്. താങ്കളത് വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ വിവരങ്ങൾ എടുത്തിട്ട് താങ്കൾ തുടരുക. അവിടുത്തെ വിവരങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാനിപ്പോൾ നമ്മളോടൊപ്പമുള്ള സനോജിലേക്ക് പോവുകയാണ്. സനോജ്, ഈ മുഴക്കത്തിൻ്റെ വാർത്ത വന്നപ്പോൾ, ഈ പ്രകമ്പനങ്ങളുടെ വാർത്ത വന്നപ്പോൾ വയനാട്, ദുരന്ത മേഖലയിലുള്ള വയനാട്, അതോട് ഒപ്പം നിൽക്കുന്ന വയനാട് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്? സനോജ്. NBC ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച ആഘാതം വയനാടിൻ്റെ ഉള്ളുലച്ചിട്ടുണ്ട്. ആ ഒരു ആഘാതത്തിനിടയിൽ അടിമപ്പെട്ട് അതിൽ നിന്നും മുക്തി നേടാത്ത വയനാടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത്. ഈ വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഭൂകമ്പം ഉണ്ടായി എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് വരുന്നത് രാവിലെ 10:30 കൂടിയാണ്. ഈ സമയം ഞങ്ങൾ ഈ നമ്മുടെ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പുഞ്ചിരിവട്ടത്തായിരുന്നു ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ പറയുന്നു, ഭൂകമ്പം ഉണ്ടായി, ഭൂമി ഉരുക്കം ഉണ്ടായി എന്നൊക്കെ അവിടെ വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നു. അപ്പം ചിലർ പറയുന്നു ആ സമയം കേന്ദ്രസേനയുടെ ഒരു ഹെലികോപ്റ്റർ ആകാശത്തൂടെ പറക്കുന്നുണ്ടായിരുന്നു ഇന്ന് കേന്ദ്ര സംഘം അവിടെ എത്തിയതിൻ്റെ ഭാഗമായി. അപ്പം ഹെലികോപ്റ്റർ വന്നതിൻ്റെ ഒച്ച കേട്ടിട്ട് ആരെങ്കിലും പറഞ്ഞതായിരിക്കുമെന്ന അത്രത്തോളം നേരിയ തോതിലുള്ള ഒരു മുഴക്കം മാത്രമാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഭൂകമ്പം ഉണ്ടായി എന്ന തരത്തിൽ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായി എന്ന വലിയ തോതിൽ വാർത്തകൾ വരുമ്പോൾ അങ്ങ് അകലെയുള്ള പല ആളുകളും, പ്രത്യേകിച്ച് വയനാട്ടിലുള്ള ആളുകൾ, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ വയനാടിൻ്റെ പല മേഖലയിലും സമാനമായ രീതിയിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ഭൂകമ്പ വാർത്ത കൂടി പുറത്തു വരുന്നത്. അത് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേ കയറെടുത്തോടുന്ന തരത്തിൽ ഇവിടുത്തെ നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വാർത്ത കൈകാര്യം ചെയ്യുന്നു. റീച്ചിന് വേണ്ടി ഈ ഭൂകമ്പം എന്ന തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് വയനാട് ജനതയുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് ഈ വാർത്തകൾ പടച്ചുവിടുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് വയനാട് ഇപ്പോൾ കടന്നു പോകുന്നത്. വയനാടിന് എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ട ഈ കാലഘട്ടത്തിലാണ് വയനാട്ടിലെന്തോ വലിയ ഭൂകമ്പം കൂടി വരാൻ പോകുന്നു എന്ന തരത്തിൽ ഭീതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ അതിനകത്ത് വാർത്ത വന്ന ഉടൻ തന്നെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയും പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ, വിവിധ തരത്തിലുള്ള ഭൗമശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ വയനാട് കേന്ദ്രീകരിച്ചുള്ളത് കൊണ്ട് തന്നെ ഇത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നും ഇത് ഭൂകമ്പമല്ല എന്നും ഇത് മുഴക്കം മാത്രമാണ് എന്നും അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു. അത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ചില ഒറ്റപ്പെട്ട മാധ്യമങ്ങൾ വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായി എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വയനാടിനെ ഇത് പക്വതയോടുകൂടി നേരിടാൻ സഹായകരമായത് അടിയന്തരമായി ജില്ലാ ഭരണകൂടം ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇടപെടുകയും ജനങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും
പ്രദേശത്തെ കൃത്യമായ പരിശോധനയും അന്വേഷണവും നടത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല എന്നുമാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. ഇത് വയനാട്ടിൽ മാത്രമായിരുന്നില്ല, ഈ മലബാർ മേഖലയിലെ ഒപ്പം തന്നെ കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ഈ 4 ജില്ലകളിലെ പല പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ മുഴക്കം കേട്ടു. പ്രത്യേകിച്ച് ഞാൻ വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. കോട്ടയത്തു നിന്നാണ് വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായി എന്ന വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ആശങ്കയോടുകൂടിയാണ് വിളിച്ച് ചോദിക്കുന്നത്, അവിടെ ഭൂകമ്പം ഉണ്ടായോ, നീ എവിടെയാണ് എന്ന തരത്തിൽ ചോദിക്കുന്നത്. കാരണം അത് നമ്മുടെ ഇത്തരം തെറ്റായ വാർത്തകൾ വരുമ്പോൾ അത് മറ്റ് മേഖലകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ആഘാതം എത്രത്തോളമാണ് എന്ന് പലരും ചിന്തിക്കപ്പെടുന്നില്ല. പക്ഷേ അത്രത്തോളം ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഭൂമിയിൽ നിന്നും ഒരു മുഴക്കം മാത്രമാണ് കേട്ടിട്ടുള്ളത്. അത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയതുകൂടിയാണ് ആ ആശങ്കയ്ക്ക് അല്പം അയവ് വന്നത്. പ്രത്യേകിച്ച് ഞാനിത് സൂചിപ്പിക്കും പുഞ്ചിരിവട്ടത്തുണ്ടായ ഈ ഉരുൾപൊട്ടൽ ഈ ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആഘാതം സമാനമായ രീതിയിൽ ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങൾ, ഏറ്റവും ഉയർന്ന കൊടുമുടിയായിട്ടുള്ള ചെമ്പ്ര സമുദ്രനിരപ്പിൽ നിന്നും 2100 മീറ്റർ ഉയരമുള്ള ചെമ്പ്ര കൊടുമുടിയിൽ പോലും ഈ ഉരുൾപൊട്ടലിൻ്റെ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മേപ്പാറ പോലെയുള്ള പ്രദേശങ്ങളിലെ ആളുകളൊക്കെ തന്നെ ആശങ്കയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ കൂടി സൃഷ്ടിക്കുമ്പോൾ അത് ഈ ജില്ലയെ സംബന്ധിച്ച് വലിയ ആഘാതത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പ്രത്യേകിച്ച് മുമ്പ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്, കാരണം അത്തരമൊരു ആശങ്കയ്ക്ക് യാതൊരു സാഹചര്യവുമില്ലായിരുന്നു. അത് കൃത്യമായി തന്നെ അവർ സമയബന്ധിതമായി ആ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് നമുക്കിവിടെ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. NBC സനോജ്, ഈ ചർച്ചയിൽ കൃത്യമായ ഒരു വിവരമാണ് സനോജ് നൽകിയത്. ഡോക്ടർ മനോജ്, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് താങ്കളോട് ചോദിക്കുകയാണ്, ഇതിൽ ശാസ്ത്രം എന്താണ് കാണുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. മുൻകരുതലെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. എന്തും വിറ്റ് അങ്കലാപ്പും ആശങ്കയും അപവാദവും ഒക്കെ അതിൻ്റെയൊക്കെ വിൽപ്പനക്കാരായി പലപ്പോഴും മാധ്യമങ്ങൾ മാറുന്നു. ഈ ദുരന്തത്തോടനുബന്ധിച്ച് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ വളരെ മികച്ച രീതിയിൽ പ്രതികരിച്ചിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴും നിർഭാഗ്യവശാൽ ഒറ്റപ്പെട്ട ചില പ്രവണതകൾ നിലനിൽക്കുന്നു. പെങ്ങൾ വിളിച്ച് നീ എവിടെയാണ്, നിനക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കുന്ന സ്ഥിതി ഇപ്പോൾ സനോജിന് പോലും ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആളുകളെ അങ്കലാപ്പിലേക്ക് എത്തിക്കുന്ന, ആശങ്കയിലേക്ക് എത്തിക്കുന്ന, വലിച്ചെറിയുന്ന ഒരു മാധ്യമങ്ങളോട് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് താങ്കൾ മാധ്യമ വിമർശനം നടത്താൻ വേണ്ടി നിർബന്ധിക്കുകയല്ല, പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഇത്തരം ആളുകളോട് താങ്കൾക്ക് എന്തു പറയാനുണ്ട്? ശാസ്ത്രമേഖല ഇത്തരത്തിലുള്ള മാധ്യമ അപഭ്രംശങ്ങളെ എങ്ങനെ കാണുന്നു? എന്താണ് അവരോട് പറയാനുള്ളത്? ഡോക്ടർ മനോജ്. മാധ്യമ മേഖലയെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല. എങ്കിലും ഒരു പൊതുജനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ല. പൊതുവിൽ നമ്മുടെ മാധ്യമങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച് ചെയ്യുന്നവരാണ്. പക്ഷേ ഒരു വിഭാഗമെങ്കിലും അതിൽ ഒരു എക്സെപ്ഷണൽ കേസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പൊതുവിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അംഗീകൃതമായ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ നമുക്ക് അനുകരണീയമായ മാതൃകകളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ദുരന്തബാധിതരെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി കാണാതെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അധികാരികളുടെയും പൊതുജനങ്ങളുടെയും മുന്നിലെത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ തീർച്ചയായും നല്ല മിതത്വം പാലിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിനിടയിലും ചിലപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും അതുപോലെ യൂട്യൂബ് വ്ളോഗർമാരുണ്ട്. അവർ ഈ ഒരു അവസരത്തെ ചില ആൾക്കാരെങ്കിലും, എല്ലാവരും ഇന്ന് ഞാൻ കാടടച്ച് വെടിവെക്കുന്നില്ല, പക്ഷേ ചില ആൾക്കാരെങ്കിലും ഈ അവസരത്തെ അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടുന്നതിനും അവരുടെ റീച്ച് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയായി ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ ഇടിവെറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് ഭൂമി കുലുക്കം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആൾക്കാർ വളരെ ആകാംക്ഷയോടുകൂടി പരിഭ്രാന്തരാകുന്ന അവസ്ഥയുണ്ടാവും. ആ കാര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മൾ മലയാളികൾ പൊതുവേ നല്ല അക്ഷരാഭ്യാസമുള്ളവരും വിവരമുള്ളവരുമാണ്. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് ഒരു പൊതുവായി ഒരു കോഡ് ഉണ്ടാക്കുന്നത്, ഒരു ഡിസാസ്റ്റർ കോഡ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ഉറപ്പില്ല എന്നുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക് ആയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ
ചില നിയന്ത്രണങ്ങളെങ്കിലും ഏർപ്പെടുത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനകത്ത് ഇപ്പോൾ പാർലമെൻറ്റിൽ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്ന് അതിൻ്റെ അമെൻമെൻറ്റ് ബില്ല് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൂക്ഷ്മ വശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല എങ്കിലും ഒരു പരിധിവരെ ദുരന്ത സമയത്ത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ പെരുമാറണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു കോഡുണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അതിനകത്തെ ആ നിയമങ്ങൾ, അത് പൊതുവിൽ രാജ്യത്തിന് ബാധകമാണെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുൾപ്പെടെ ഇത്തരത്തിൽ അപവാദങ്ങൾ അല്ലെങ്കിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തടയുന്നതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൃത്യമായി നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ നടപ്പിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അത് ആദ്യം തന്നെ പൊതുവിൽ ഇത് സംബന്ധിച്ച് ഒരു ബ്രീഫിങ് മാധ്യമങ്ങൾക്ക്, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും അവർ തന്നെ അതിൻ്റെ പ്രയോക്താക്കളാകുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ഗുണം നാടിനും സമൂഹത്തിനും ഉണ്ടാവും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഇപ്പോഴെനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഡോക്ടർ മനോജ്, താങ്കളുടെ വാക്കുകൾ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും, മാത്രമല്ല എല്ലാ തരത്തിലും ആശയം പ്രചരിപ്പിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഒപ്പം തന്നെ ഡോക്ടർ മനോജ്, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമുക്കൊക്കെ ഇന്നലെ ജീവിച്ചതുപോലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ജീവിച്ചതുപോലെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും. നമുക്കൊരുപാട് പരിസ്ഥിതി ദുർബല മേഖലയുണ്ട്. അവിടെ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള ഭീതികൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകും. ഇത് വന്ന ഉടൻ തന്നെ ആദ്യ പ്രതികരണങ്ങളൊന്നും തൃപ്തികരമായ വിധത്തിൽ, എന്ന് വെച്ചാൽ ശാസ്ത്രീയമായ തൃപ്തിയോടുകൂടി നൽകാൻ കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ വരാൻ മിനിറ്റുകൾ എടുത്തു. പക്ഷേ നമുക്കറിയാമല്ലോ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ പല വട്ടം ലോകസഞ്ചാരം നടത്തി കഴിയുമെന്ന് പണ്ടേ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് സംഭവിച്ചു. അപ്പോൾ നമുക്ക് ഇത്തരം മേഖലകളിലൊക്കെ കൂടുതൽ മികച്ച, കൂടുതൽ വേഗത്തിൽ ഇടപെടാൻ കഴിയുന്ന, കൂടുതൽ ആധികാരികമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ വേണ്ടേ? അതൊക്കെ ഏർപ്പെടുത്തണം എന്നൊരു ചിന്ത ശാസ്ത്രമണ്ഡലത്തിൽ ഉണ്ടോ? കേരളത്തിൻ്റെ ഈ പുതിയ സാഹചര്യത്തിൽ ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതില്ലേ? ഇതിപ്പോൾ മിശ്ര സാർ ഇത് പറയുന്നത് വരെ നമുക്കൊരാശങ്ക എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സീസ്മോളജി ആ സെൻറ്റർ അത് ഇടപെട്ട് വരുമ്പോഴേക്കും സമയമെടുക്കുമല്ലോ. അതിനൊക്കെ സബ് സെൻറ്റേഴ്സും അത്തരത്തിലുള്ള ആധികാരിക കേന്ദ്രങ്ങളും ഉണ്ടാവേണ്ടതില്ലേ? അങ്ങനെ എന്തെങ്കിലും ചർച്ചയോ നിർദ്ദേശമോ ആഗ്രഹമോ ഒക്കെ ശാസ്ത്രമണ്ഡലത്തിൽ ഉണ്ടോ? അതുകൂടി ഒന്ന് പങ്കുവയ്ക്കാമോ ഡോക്ടർ മനോജ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. മറുപടി അല്പം ദൈർഘ്യമേറും എങ്കിലും ഇത് ഒരു മൾട്ടി ഡൈമെൻഷണൽ ആസ്പെക്റ്റുള്ള ഒരു ചോദ്യമാണ്, ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, ദുരന്തത്തെ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ലോകത്തുണ്ട്. അത് ഐക്യരാഷ്ട്രസഭയുടെ UN ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അനുകരണീയമായ മാതൃകകളുണ്ട്, നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങളുണ്ട്. ഇവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട രീതി എല്ലാവരും വളരെയധികം പ്രകീർത്തിക്കുകയുണ്ടായി. കാരണം അതൊരു റോൾ മോഡലാണ്. നമുക്ക് തൊട്ട് മുന്നേ ഷിരൂർ, അങ്കോളയിലുണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്നും കേരളത്തിൽ സംഭവിച്ചത് എന്താണ് എന്നും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതേ ഒരു മാതൃക ഡിസാസ്റ്റർ തടയുന്നതിലും നമുക്ക് കൈവരിക്കുവാൻ സാധിച്ചാൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാക്ഷരതാ രംഗത്തും അതുപോലെ ജീവിത നിലവാരമെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിന് മറ്റൊരു മാതൃക കൂടി നമ്മുടെ രാഷ്ട്രത്തിനും ലോകത്തിനും മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കും. തീർച്ചയായും അത് ചെയ്യുവാനുള്ള സാങ്കേതിക തികവും ശാസ്ത്രീയമായ ബോധവുമൊക്കെ നമുക്കുണ്ട്. പലപ്പോഴും പ്രതിസന്ധിയായി വരുന്നത് ഫണ്ടിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല റിപ്പോർട്ടുകളുടെയും നിർദ്ദേശങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാതെ അത് നീട്ടിവയ്ക്കപ്പെടേണ്ടി വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2019 വലിയ രീതിയിൽ പുത്തുമലയും കവളപ്പാറയും ഒക്കെ ഉണ്ടായപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടെ നിന്നും അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള, അത് വലിയ തോതിലാണ്, 4000-ഉം 5000-ഉം കുടുംബങ്ങളെയൊക്കെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക. അപ്പോൾ നമുക്കത് നടപ്പിലാക്കുവാൻ സാധിച്ചില്ല. നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ എനിക്കിവിടെ ഉയർത്തുവാനുള്ള ഒരു ചോദ്യം, 2017 നവംബർ 30-നാണ് ഓഖി, അതിനുശേഷം 2018 പ്രളയം, 19-20 ഉരുൾപൊട്ടലുകൾ.
23 വലിയ തോതിലുള്ള വരൾച്ച, 24 ആയപ്പോൾ പ്രളയം, വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശകം എടുത്തു നോക്കിയാൽ കേരളത്തിൽ ഇതുവരെ ഒരു ജനതയും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റും അനുഭവിക്കാത്ത രീതിയിലുള്ള പാരിസ്ഥിതിക പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഇതിൽ നിന്ന് കേരളത്തിനുണ്ടായിട്ടുള്ള ജീവനഷ്ടവും അതുപോലെ സാമ്പത്തിക നഷ്ടവും കണക്കുകൂട്ടിയാൽ, സാമ്പത്തിക നഷ്ടം മാത്രം എടുത്താൽ ഒരു 2018 പ്രളയം കൊണ്ട് തന്നെ ഏകദേശം 50,000 കോടി രൂപയാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഓരോ നഷ്ടവും ഒരു സഞ്ചിത നഷ്ടം എന്ന് പറയുന്ന 1,00,000 കോടിയിലധികമായിട്ടുണ്ടാവാനാണ് സാധ്യത. അത്രയധികം നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് വന്നാൽ ഒരുപക്ഷെ നമുക്ക് സ്വത്ത് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവനുകൾ, വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നമ്മുടെ കൂടെ ഇന്നുണ്ടാവേണ്ടിയിരുന്ന ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥ, ദുഃഖകരമായ അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ കാലാവസ്ഥയെ സംബന്ധിച്ച് തന്നെ പലപ്പോഴും, കാരണം ലോകത്തുള്ള ഏത് ദുരന്തമെടുത്താലും അതിൽ 70 മുതൽ 80% വരെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. മറ്റ് ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ പോലെയുള്ള കാലാവസ്ഥയുമായി നേരിട്ട് ബന്ധമില്ലാത്തതൊക്കെ 20-30% മാത്രമേ ഉള്ളൂ. അതായത് 4-ൽ 3 ദുരന്തങ്ങളും ഉണ്ടാകുന്നത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കാലാവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു എയർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഒരു പരിധി വരെയുള്ള ഇതുപോലെയുള്ള ജീവനഷ്ടങ്ങളും അതുപോലെ ഇപ്പോൾ കൃഷിനഷ്ടം, അത് പറയാൻ കാരണം കൊയ്തെടുക്കാൻ നിൽക്കുന്ന പാടത്തേക്ക് ഒരു പെരുമഴ പെയ്തിറങ്ങിയാൽ അത് ഒരു 2-3 ദിവസം മുമ്പ് നമുക്ക് കൊയ്തെടുക്കാൻ സാധിച്ചാൽ ചിലപ്പം 300 കോടിയും 400 കോടിയും ഒക്കെ നഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ വൾണറബിലിറ്റിയും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ആ രീതിയിലേക്ക് കേരളം മാറേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റ് ഭൂവിനിയോഗം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാവരുടെയും ജനങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ സഹകരണമില്ലാതെ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അതിനാദ്യം വേണ്ടത് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും അതിനിടയിൽ പിന്തിരിപ്പൻ ശക്തികളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധിവരെ ഈ ജീവനഷ്ടം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സംവിധാനങ്ങളിലേക്ക് വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പൊതുവിൽ ഇന്ത്യയിൽ കാലാവസ്ഥാ പ്രവചനം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നൽകുന്നത്. അവരുപയോഗിക്കുന്ന മോഡലുകളിൽ പണ്ടുള്ള ഒരു 2000-ത്തെ അപേക്ഷിച്ച് 2020-കളൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് നാഷണൽ മൺസൂൺ മിഷൻ എന്ന് പറയുന്ന ദേശീയ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ മോഡലുകളൊക്കെ തന്നെ കാലാവസ്ഥ പ്രവചന മാതൃകകൾ അവയൊക്കെ തന്നെ ഒരു പരിധിവരെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വിധേയമായിട്ടുണ്ട്. എങ്കിലും ചില ന്യൂനതകൾ ഇപ്പോഴും നമുക്കുണ്ട്. പ്രത്യേകിച്ച് അതിതീവ്ര കാലാവസ്ഥ പ്രവചിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഈ മോഡലിന് വളരെ കുറവാണ്. അതിതീവ്ര കാലാവസ്ഥ എന്ന് പറയുമ്പോൾ 3 ഘടകങ്ങൾ അതിൽ പരമപ്രധാനമാണ്. ഒന്ന് അതിൻ്റെ തീവ്രത, മറ്റൊന്ന് അതുണ്ടാകുന്ന സ്ഥലം, മൂന്നാമത്തേത് അതുണ്ടാകുന്ന സമയം. അപ്പം സ്ഥലം, കാലം, തീവ്രത, ഈ 3ഉം കൃത്യമായി വന്നാൽ മാത്രമേ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു പെരുമഴയുണ്ടാകുമെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് എങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കും, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഈ 3 സ്പേസ് ടൈം ഇൻറ്റൻസിറ്റി, ഇതിൽ ആക്യുറസി വരുവാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് അതിതീവ്ര കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള പ്രവചനം, മേഘവിസ്ഫോടനം പോലെയുള്ള പ്രവചനങ്ങൾ ഇതുവരെ നമുക്കെന്നല്ല ലോകത്തിൽ ഒരിടത്തും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ലിമിറ്റേഷനാണത്. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കിയാൽ ഒരു പക്ഷേ ഒരു സംഭാവിത അല്ലെങ്കിൽ പ്രൊബബിലിസ്റ്റിക് ഫോർകാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ നിന്ന് മുൻകരുതലിൻ്റെ ഭാഗമായി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് കേരളത്തിലുള്ള ഈ ഒബ്സർവേറ്ററികൾ വളരെയധികം കുറവാണ്. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു 100-നടുത്തുണ്ട്. പലപ്പോഴും പല സെൻസറുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും അത് നമുക്ക് വിശ്വസനീയമല്ലാത്ത ഡാറ്റ തരികയും ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാവാറുണ്ട്. അതുകൂടാതെ പൊതുവിൽ എങ്ങനെയായിരിക്കും, ഉയർന്ന അളവിലുള്ള മഴ ലഭിക്കും അടുത്ത ആഴ്ച എന്ന് കിട്ടിയാൽ നമ്മൾക്ക് കൺസിസ്റ്റൻ്റായി അല്ലെങ്കിൽ ഓരോ ദിവസവും ആ പ്രദേശം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇതിന് മുന്നേ നടന്ന പ്രവചനങ്ങൾ ശരിയായിരുന്നോ എന്ന് ഗ്രൗണ്ട് വാലിഡേറ്റ് ചെയ്യണം. അതിനാവശ്യമായ റെയിൻ ഗേജസ് വേണം. അവയൊക്കെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുലവും കുറവാണ്. നമുക്ക് ആവശ്യം വേണ്ടതിൻ്റെ
പകുതി പോയിട്ട് 1/3 പോലും ഇന്ന് കൃത്യമായിട്ട് റെയിൻ ഗേജസ് ഇല്ല. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി, ഈ നിലമ്പൂർ പോലെയുള്ള വളരെ ടോപ്പോഗ്രാഫിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള റീജിയണുകളിൽ ഇത്തരത്തിലുള്ള ഹൈ ഡെൻസിറ്റി ഒബ്സർവേഷൻ നെറ്റ്വർക്ക് നമുക്കില്ല. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റെയിൻ ഗേജ് റെയിൻ ഗേജും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനും സ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള അതിതീവ്ര കാലാവസ്ഥ പ്രവചിക്കുന്നതിന് ആവശ്യമായ റഡാർ സംവിധാനങ്ങൾ. അവയാണ് തത്സമയ വിവരം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിച്ചാൽ 3 മണിക്കൂർ കൊണ്ടെങ്കിലും നമുക്ക് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ IMDയെ സംബന്ധിച്ചുള്ള ഒരു റഡാർ കൊച്ചിയിലാണുള്ളത്, ഫോർട്ട് കൊച്ചിയിൽ. അതുപോലെ ഒരെണ്ണം തിരുവനന്തപുരത്തുമുണ്ട്. കൊച്ചി കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് പിന്നെ ഒരു റഡാർ ഉള്ളത് ആകെ ഗോവയിലാണ്. 1000 കിലോമീറ്ററിലധികം ഗ്യാപ്പാണുള്ളത്. നമുക്കറിയാം ഭൂമിയുടെ ഒരു കർവേച്ചർ, അതിൻ്റെ ആ വക്രത. ഇപ്പോൾ ഈ ഒരു ഗ്ലോബ് എടുത്താൽ നമുക്കറിയാം ഒരു 100 കിലോമീറ്റർ പോകുന്തോറും അതിൻ്റെ കർവേച്ചർ ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ആ നേരിട്ട് നോക്കുമ്പോൾ ഒരു 100 കിലോമീറ്റർ അപ്പുറമുള്ള വസ്തുക്കളുടെ തലഭാഗം മാത്രമേ കാണുള്ളൂ. നമുക്കതിൻ്റെ താഴ്ഭാഗം കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു വലിയ അതിതീവ്ര മഴ അല്ലെങ്കിൽ മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലൗഡിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. ഉദാഹരണത്തിന് കൊച്ചിയിലുള്ള റഡാർ ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലുള്ള ഒരു മേഘത്തെ നിരീക്ഷിച്ചാൽ മേഘത്തിൻ്റെ തലപ്പ് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ താഴെ ഉള്ള വലിയ റെയിൻ കണ്ടെയ്നിങ് പാർട്ട് നമുക്ക് കാണാൻ പറ്റില്ല. മഞ്ഞുമല താഴെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് റഡാർ കൊണ്ട് കൊടുക്കുന്ന പ്രവചനം ആക്ച്വലി അവിടെ പെയ്യുന്ന മഴയേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ചിലപ്പോൾ ഒരു യെല്ലോ അലേർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടേ കൊടുക്കുകയുള്ളൂ. പക്ഷേ ആക്ച്വലി അവിടെ പെയ്തിറങ്ങുന്നത് ഒരു റെഡ് അലേർട്ടിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ വലിയൊരു അലേർട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അതിഭീകരമായ മഴയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് സജസ്റ്റ് ചെയ്യുവാനുള്ളത് കേരളത്തിന് ഒരു മിനി റഡാറുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് തത്സമയം നിരീക്ഷിക്കുവാനും വളരെ നന്ദി ഡോക്ടർ മനോജ്. ഞാൻ പണ്ട് ക്ലാസ്സുകളിൽ ഇരുന്ന പോലെ ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. സാമാന്യം ദീർഘമാണെങ്കിൽ പോലും സമഗ്രവും സൂക്ഷ്മവും കൃത്യവുമായ ഒരു വിശദീകരണമാണ് താങ്കൾ നൽകിയത്. ഇത് രാജ്യ നിയന്താക്കളുടെ കാതുകളിലേക്ക് എത്തട്ടെ. നമ്മുടെ സംവിധാനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകട്ടെ. ശാസ്ത്രം ജയിക്കുമ്പോഴേ മനുഷ്യനും ജയിക്കൂ. ശാസ്ത്രവും മനുഷ്യനും ഒരുമിച്ചാണ് ജയിക്കുക എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ പ്രവചനത്തെ നമ്മൾ മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാം എന്ന മട്ടിൽ പരിഹസിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഭാവിയെ തന്നെയാണ് അപകടപ്പെടുത്തുന്നത് എന്ന ചിന്ത പടരാൻ മാഷ വാക്കുകൾ സഹായിക്കും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ വീണ്ടും സനോജിലേക്ക് പോവുകയാണ്. സനോജ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാടിന് എന്ത് നൽകും എന്ന ചോദ്യം ഉയർത്തിയാണ് നമ്മൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിച്ചത്. കോട്ടയത്ത് നിന്ന് വയനാട്ടിലേക്ക് എത്തിയ ദുരന്തകാല മാധ്യമപ്രവർത്തകനായി നിൽക്കുകയാണ് സനോജ് ഇപ്പോൾ. എങ്കിലും വയനാട് എങ്ങനെ ചിന്തിക്കുന്നു, വയനാട് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സനോജിന് അറിയാമായിരിക്കും. അവിടുത്തെ മാധ്യമ മണ്ഡലം എന്താണ് കരുതുന്നത്? പ്രധാനമന്ത്രിയിൽ നിന്ന് നാളെ എന്ത് പ്രതീക്ഷിക്കുന്നു സനോജ്? NBC നാളെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ആദ്യ കാഴ്ചയിൽ അദ്ദേഹത്തിന് ഇതൊരു വലിയ ദുരന്തമായിരുന്നു എന്നൊരു പക്ഷെ തോന്നത്തില്ലായിരിക്കാം. കാരണം വളരെ വിശാലമായി ഉരുൾപൊട്ടി ഒലിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ ഉരുൾപൊട്ടി ഒലിച്ചുപോയ പ്രദേശങ്ങളിലെല്ലാം ഓരോ ആളുകളുടെ ജീവിതങ്ങളായിരുന്നു. അങ്ങനെ അവിടെ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയാണ് ഉരുൾപ്പാടെ എല്ലാ വീടുകളുടെയും അടിത്തറ ഇളക്കിക്കൊണ്ടുപോയത്. അങ്ങനെ അടിത്തറ ഇളക്കിക്കൊണ്ടുപോയപ്പോൾ അനാഥരായ ഒരുപാട് പേരുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്, മരണപ്പെട്ട ആളുകളുണ്ട്, ഇനിയും കണ്ടെത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഓരോ മനുഷ്യൻ്റെയും ജീവിതങ്ങളായിരുന്നു. നിരവധി വീടുകളുണ്ടായിരുന്നു. ആ വീടുകളൊക്കെ പാടെ ഒലിച്ചുപോയി എന്ന് പ്രധാനമന്ത്രി കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ മനസാക്ഷിയുള്ള ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ നാടിന് വേണ്ടി ഈ നാടിനെ ചേർത്ത് പിടിക്കാതിരിക്കാൻ കഴിയുകയില്ല. അത്രത്തോളം ഭയാനകമായ രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഈ ചൂരൽമലയിലും മുണ്ടക്കൈയിലും പുഞ്ചിരിവട്ടത്തും പോയത്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇന്നാണ് ആദ്യമായി പുഞ്ചിരിവട്ടം എന്ന പ്രദേശത്ത് ഇതിൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്ത് എത്തിപ്പെടുന്നത്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഒരു ജീവിതായുസ് കൊണ്ട് കഷ്ടപ്പെടുത്തി ഉണ്ടാക്കിയ വീടുകൾ, ഭവനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയാണ് പൂർണ്ണമായും
എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ 2 റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലും അവിടെ അവശേഷിപ്പിക്കപ്പെട്ടിട്ടില്ല. അത്രത്തോളം ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ എന്ന നിലയിൽ കേരളം ദേശീയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. വലിയൊരു പാക്കേജ് ഇന്ന് ഇപ്പോൾ കേന്ദ്ര സംഘം വന്നപ്പോൾ കേന്ദ്ര സംഘം തന്നെ വിലയിരുത്തിയിട്ടുള്ളത് രാജ്യം സമീപഭാവിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിൽ തന്നെയാണ് അവർ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പോലും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായി കേന്ദ്രത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന് അർഹമായ ഒരു വിഹിതം നൽകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരളം വെച്ച് പുലർത്തുന്നത്. അത്തരമൊരു പ്രതീക്ഷയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുവച്ചിട്ടുള്ളത്. നാളെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം ആകാശമാർഗം ഈ പ്രദേശം സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പുഞ്ചിരിവട്ടം പോലെയുള്ള പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ, മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും എത്തിപ്പെടാൻ ഒരു റോഡ് മാത്രമാണുള്ളത്. മാത്രമല്ല അതൊക്കെ അപകടകരമായ അവസ്ഥയിലാണ് ആ പ്രദേശത്തെ റോഡുകൾ. അതുകൊണ്ട് ആ റോഡിലൂടെ ആ പ്രദേശത്ത് പോയി സന്ദർശനം നടത്തി മടങ്ങി വരിക എന്നുള്ളത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് മറ്റൊരു സമാന്തര റോഡും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിയെ അവിടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സേന തയ്യാറാവുകയുള്ളൂ. അങ്ങനെ ഒറ്റ റോഡ് മാത്രമുള്ള ആ ഒരു പ്രദേശത്തേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് ഹെലികോപ്റ്റർ മാർഗം ആകാശ ദൃശ്യമായിരിക്കും അദ്ദേഹം ആ പ്രദേശത്തൂടെ വീക്ഷിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വീക്ഷിക്കുമ്പോൾ പോലും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ കഴിയും. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും കേരളത്തെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതീക്ഷ കേരളം വെച്ച് പുലർത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. NBC സനോജ്, ഓക്കെ, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും മന്ത്രി മുഹമ്മദ് റിയാസിനും ഒപ്പം തന്നെ ഡോക്ടർ മനോജിനും നന്ദി പറയുകയാണ്. ഒപ്പം സന്തോഷും സനോജും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നാളെ വയനാട്ടിലെത്തുകയാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് ഒപ്പമുണ്ടാകും. വയനാട്ടിന് അർഹമായ ഒരു സഹായം പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് അതിതീവ്ര ദുരന്തം പ്രഖ്യാപിക്കുന്നത് മുതൽ ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്നതടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കട്ടെ. അതിന് നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറട്ടെ. ഇന്ത്യൻ ദുരന്ത നിവാരണ നിയമത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതാൻ കേരളത്തിൻ്റെ ഈ ദയനീയാവസ്ഥയും കേരളത്തിൻ്റെ ആവശ്യവും രാജ്യത്തെ തന്നെ സഹായിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.